ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 15. കപിഡംഗം, നൃഗകൂപം, ഗോപീഭൂമി എന്നിവയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. രൈവതൻ ഉണ്ടാക്കിയ യജ്ഞതീർത്ഥം രൈവതഗിരിയിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഒരു യജ്ഞം കഴിച്ചാൽ കോടി യജ്ഞങ്ങൾ നടത്തിയ ഫലം ലഭിക്കും. കപിഡംഗം എന്ന തീർത്ഥവും അവിടെയാണ്. നരകാസുരൻ്റെ ചങ്ങാതിയായ ദ്വിവിധൻ എന്ന വാനരൻ ബലരാമനാൽ വധിക്കപ്പെട്ടത് അവിടെ വെച്ചാണ്. സജ്ജനനിന്ദകനാണെങ്കിലും അവൻ മുക്തി പ്രാപിച്ചു. അവിടെ സ്നാനം ചെയ്യാൻ ദേവന്മാർ പോലും വരുമത്രേ. കപിഡംഗ ദർശനത്തേക്കാൾ ഇരട്ടി ഫലമാണ് ദണ്ഡകവനം. അതിൻ്റെ 4 ഇരട്ടി സൈന്ധവ വനത്തിലും അതിൻ്റെ 5 ഇരട്ടി ജംബൂകമാർഗത്തിനും ഉണ്ട്. അതിൻ്റെ 10 ഇരട്ടി പുഷ്കരവനത്തിനും അതിൻ്റെ 10 ഇരട്ടി ഉൽപ്പലാവർത്തത്തിനും അതിൻ്റെ 10 ഇരട്ടി നൈമിഷാരണ്യത്തിലും ഉണ്ട്. ദ്വാരകയിലെ നൃഗകൂപം ബ്രഹ്മത്യാദി പാപങ്ങൾ പോലും നശിപ്പിക്കുന്ന ഉത്തമ തീർത്ഥമാണ് ദ്വാരകയിലെ നൃഗകൂപം. അറിയാതെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തിരുന്ന പശുവിനെ മറ്റൊരാൾക്ക് ദാനം ചെയ്ത നൃഗമഹാരാജാവ് ദാനികളിൽ ശ്രേഷ്ഠനായിരുന്നു. എങ്കിലും ചതുരുഗ്യകാലം ഓന്തായി കിണറ്റിൽ കിടക്കേണ്ടി വന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ സമുദ്ധരിച്ചു. നൃഗൻ ഓന്തായി കിടന്ന കിണറാണ് നൃഗതീർത്ഥമായി തീർന്നത്. ഇവിടുത്തെ സ്നാനവും പുണ്യപ്രദമാണ്. ഗോപികമാർ വസിച്ച ഭൂമിയാണ് ഗോപീഭൂമി. ഇതിനെപ്പറ്റി ശ്രവിച്ചാൽ കർമ്മബന്ധം വിട്ടൊഴിയും. ഗോപികമാരുടെ അംഗരാഗത്തിൽ നിന്നുണ്ടായ ഗോപീചന്ദനം ധരിച്ചാൽ ഗംഗാസ്നാന ഫലം ലഭിക്കും. ഗംഗയിലെ മണ്ണിൻ്റെ ഇരട്ടി പുണ്യം ചിത്രകൂട രജസ്സിനും അതിൻ്റെ 10 ഇരട്ടി പഞ്ചവടി രജസ്സിനും അതിൻ്റെ 100 ഇരട്ടി ഗോപീചന്ദനത്തിനുമുണ്ട്. അതു വൃന്ദാവനത്തിലെ പൊടിമണ്ണിന് തുല്യമാണ്. അതു ധരിക്കുന്നവനെ അന്തകൻ തൊടുകയില്ല. ഗോലോകപ്രാപ്തിയും അർഹനാകുകയും ചെയ്യും. ഗോലോകപ്രാപ്തിക്ക് അർഹനാണ് ഗോപീചന്ദനം തൊടുന്നത് ആരായാലും. സിന്ധു രാജ്യത്തിലെ രാജാവായ ദീർഘബാഹു ദുഷ്ടനും വേശ്യാലംബടനുമായിരുന്നു. അയാൾ ഒട്ടനവധി ബ്രഹ്മഹത്യാദികളും ഗർഭിണീഹത്യകളും പശുഹത്യകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ അയാളുടെ ദുഷ്ടനായ മന്ത്രി അയാളെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. യമഭടന്മാർ അവനെ യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം എല്ലാ നഗരങ്ങളിൽ കിടക്കണം എന്നതായിരുന്നു ചിത്രഗുപ്തൻ്റെ വിധി. അപ്രകാരം 100 യോജന വിസ്തീർണമുള്ള കുംഭീപാകം എന്ന നരകത്തിൽ അവനെ തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടു. എന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി ശീതളനായി. ചിത്രഗുപ്തൻ വീണ്ടും അയാളുടെ പുണ്യപാപങ്ങളുടെ കണക്ക് നോക്കിയപ്പോൾ യാതൊരു പുണ്യവും ചെയ്തതായി കണ്ടില്ല. യമനും ചിത്രഗുപ്തനും ചിന്തയിലാണ്ടു. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന വേദവ്യാസ മഹർഷിയോട് യമൻ മുൻ പറഞ്ഞ പോലെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. എന്താണ് തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ടും പെട്ടെന്ന് തണുത്തു പോകുന്നത് എന്ന് ചോദിച്ചു. അതിന് വേദവ്യാസൻ നൽകിയ മറുപടി, അയാളുടെ മരണസമയത്ത് ആരുടെയെങ്കിലും കൈകൊണ്ട് ദ്വാരകയിലെ മണ്ണ് മരണം സംഭവിച്ച സ്ഥലത്ത് വീണിട്ടുണ്ടായിരിക്കണമെന്നും അതിൻ്റെ പ്രഭാവം കൊണ്ട് അയാൾ ശുദ്ധനായി തീർന്നു എന്നുമായിരുന്നു. അതായത് അയാൾ മരിച്ച് കിടക്കുന്ന സ്ഥലത്ത് ആരുടെങ്കിലും കൈകൾ കൊണ്ട് ദ്വാരകയിൽ ആ മണ്ണ് അവിടെ വീണിട്ടുണ്ടാവും. ദ്വാരകയുടെ മഹത്വമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും മഹത്വമാണ് ദ്വാരകയുടെ മണ്ണിനെ ഉള്ളത്. ഇത് കേട്ട ഉടനെ യമൻ വിമാനം വരുത്തി അയാളെ വൈകുണ്ഠത്തിലേക്ക് അയച്ചു. ഗോപീചന്ദന മഹാത്മ്യം ശ്രവിച്ചാൽ ഗോലോകപ്രാപ്തിയും സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ.